തൽക്കാലം നമുക്ക് റൂമിൽ തന്നെ ഇരിക്കാം, വാതില് തുറക്കണ്ട. ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്ത്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ കാക്കസ് പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് ഇവിടെ കൂട്ടായിട്ടിരിക്കാം. പക്ഷേ നിക്ക് പുറത്തല്ലേ? പാട്ടോടും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് പാടറ, അപ്പൊ അറിയാം നിൽക്കാതാണ്. ആരെയും കാണാനില്ലല്ലോ, പിന്നെ ഈ പാട്ട് എവിടുന്ന മരത്തിന്റെ മുകളിൽ നോക്കാണോ? നിക്ക് തന്നെയല്ലേ അമ്മ കരഞ്ഞത്? അതെ നിക്ക് തന്നെയാ. കാക്കസ് നിക്കിനെ പിടിച്ചോ? പിടിക്കൊന്നുമില്ല, പേടിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പം, അതുകൊണ്ട് കരഞ്ഞതായിരിക്കും. പിന്നെ കാറ്റ്കസ് നിങ്ങളെ കളിക്കൂട്ടുകാരനാണല്ലോ, വെറുതെ പേടിപ്പിച്ചിട്ട് പോവാന്. നിക്കിനെന്തോ ചെയ്തിട്ടുണ്ട്, അതുറപ്പാ. എന്നിട്ട് നിക്കിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ഇപ്പോ. ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിക്കിയുടെ ബോധം പോയി കാണും. നമുക്ക് പുറത്തിറങ്ങി നോക്കിയാലോ? അത് വേണ്ട, റിസ്കാ. നമുക്ക് അപ്പുറത്ത് ജനാല വഴി നോക്കാം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിത്തൊണ്ടെത്തി. വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്നാ ദിയമോള് ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. അടുക്കള വശത്തുനിന്ന ശബ്ദം കേട്ടത്. അപ്പൊ നമുക്ക് അവിടുത്തെ ജനലിന്റെ അവിടെ നിന്ന് നോക്കാം. യെസ്, ജനലിന്റെ അവിടെ നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ അമ്മ. ഇനി ദിയ പറഞ്ഞവര് കാറ്റ്കസ് നിക്കിനോട് പോയ അമ്മ, അമ്മയുടെ അയ്യോ, നീ പേടിച്ചു പോയോ? അമ്മ ഇപ്പൊ ഇതിനെ പുറത്തിറങ്ങിയേ. നിക്കിനെ കണ്ടോ? കണ്ടില്ല. നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. മുൻവശത്ത് കൂടെ വാ. ചേച്ചി ഇങ്ങോട്ടാണ് പോണേ. എങ്ങോട്ട് പോവാന്ന്? നിക്കിനെ കണ്ടെത്തണ്ടേ? ഈ വഴി എവിടെ പോവാനാ? ഗേറ്റ് അടഞ്ഞടക്കല്ലേ? എന്താ ആലോചിക്കണേ? വേഗം വേണം. ഇവിടെ പോയിട്ടില്ലല്ലോ. അമ്മേന്റെ സൗണ്ടിന് എന്ത് പറ്റി? ചേച്ചിന്റെ സൗണ്ടാണല്ലോ. ദേവതയുടെ പോയി. എന്താണ് നീ ഇതെവിടായിരുന്നു? എന്ത് നീ കരഞ്ഞ? അമ്മ അവിടെ പുറത്ത്. ഒന്നെന്റെ കൂടെ വാ, ആകെ പ്രശ്നമായിട്ടുണ്ട്. ആ കാക്കസ് ആകെ സീനാക്കി. എന്ത് പറ്റി?
അതെന്തോ കംപ്ലൈന്റ് ഉള്ള ടോയാണ്. ഇപ്പൊ അത് എന്തൊക്കെയോ ചെയ്യുന്നു. ആണോ? അതിപ്പോ എവിടെയുള്ളത്? ഒരു തരത്തിൽ ഞാൻ അതിനെ ആ ഗേറ്റിന്റെ പുറത്തിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന് ആ ബാറ്ററി ഒന്ന് പറയും. ഓക്കെ, ഞാൻ വരാം. നിക്കിനെ നീ എവിടെയാ കണ്ടത്? അവിടെ ആലക്കലയില്. ആലക്കലയിലോ? നീ എവിടെ കാക്ടസിൽ ഇട്ടു എന്ന് പറഞ്ഞത്? അവിടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചോട്ടില്. എന്തിനാ അവിടെയൊക്കെ കൊണ്ടിടണത്? ഈ മിച്ചത്ത് വില ഇട്ടൂടേന്നോ? പറ്റിപ്പോയി. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങണല്ലോ. ഏത് നേരത്താണോ ഇത് തോന്നിയത്? ഇവിടെ ഒന്ന് കാണാൻ. നിക്കേ, എവിടെ പോയി? നിക്കാന്ന് പറഞ്ഞിട്ട് ഇതേതോ പെൺകുട്ടിയാണല്ലോ. മോളേതാ? എന്താ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നേ? രണ്ട് ദേവു. ചേച്ചി എവിടെ? അറിയത്തില്ല, നേരത്തെ അകത്തുണ്ടായിരുന്നു. അത് അമ്മേന്റെ രൂപത്തിൽ വന്ന് എന്നെ കൂട്ടിട്ട് പോയി. എന്നെ അതെ എനിക്കിന്റെ രൂപത്തിൽ വന്ന് റോട്ടിക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ അടുത്തോ ദേവുന്റെ രൂപത്തിൽ വന്നത്? അതും രണ്ട് ദേവു. ആ കാക്ടസ് നമ്മൾ ഇങ്ങനെ ഉപദ്രവിക്കണമെങ്കിൽ അതിന് വേറെ എന്തോ ഉദ്ദേശമുണ്ട്. ചില്ലറക്കാരനല്ല അത്. പക്ഷെ നിക്കിത് എവിടെ പോയി? നേരത്തെ നിലവിളി ശബ്ദം കേട്ടതല്ലേ നമ്മളെ പോലെ പേടിച്ച് എവിടെയും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഏയ്, നിക്കി ഒളിക്കുകയാണെങ്കിൽ വീടിന്റെ ഉള്ളിലേ ഒളിക്കുള്ളൂ. ആ, ഉള്ളിലുണ്ടാവും. വല്ല റൂമിലോ കട്ടിന്റെ അടിയിലോ അവിടെ എവിടെയും. നിക്കി വരികയാണെങ്കിൽ ഈ റൂമിലേ വരുള്ളൂ. വരാത്ത സ്ഥിതിക്ക് നിക്കിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏയ്, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതുവരെ കാറ്റ്കറ്റ്സ് ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, പേടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നാ മിക്കവാറും ഗേറ്റിന് പുറത്തോട്ട് ഓടിക്കാണും. അങ്ങനെയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ തിരിച്ചു വന്നോളൂ. അയ്യോ, പോയി രക്ഷിക്കണേ. എന്ത് പടി കിടന്ന് പോകുന്നത്? അത് ഇൻവെർട്ടറിന്റെ ചാർജ് തീർന്നതാവും. എന്നിട്ട് ഗേറ്റിൽ ലൈറ്റുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നുണ്ട്. ആരും പേടിക്കണ്ട. കാലൊക്കെ കട്ടിലോട്ട് കയറ്റി വെച്ച് കൈ കൂപ്പി ഞാൻ പറയുന്ന പ്രാർത്ഥന ചൊല്ലിക്കോ. കാലൊക്കെ എപ്പോഴേ കട്ടിലുമ്പോ കയറ്റി വെച്ചു, കയ്യും കൂപ്പി. ഇനിയപ്പോ പ്രാർത്ഥന പറ, ചൊല്ലിക്കോ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ. അർജുനമാമൻ, ഫൽഗുനൻ, പ്രാർത്ഥന. അർജുമാമൻ അല്ല, അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ. അർജുനന്റെ കാര്യം മിണ്ടി പോയിക്കരുത്. അത് പാർത്ഥം കഴിഞ്ഞിട്ട്
ഏറ്റില്ലേ? ആ, അയ്യോ, നിക്കി ശബ്ദം. നിക്കി, നീ എവിടെ? ഇവിടെ ഇവിടെ എവിടെ? നിങ്ങളുടെ പുറകില് മുകളില് മുകളില് മോളിലോ? എന്നെ രക്ഷിക്ക്, ഇവിടുന്ന് രക്ഷിക്ക്. പുഷ്പം കൈകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ, ഇരുളിൻ മറയിൽ നിന്നെ കാത്തിരിപ്പൂ.